ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ രൂപ മനോഹറിന്റെ ചോദിക്കണ്ടേ, അല്ല മനോഹര, നീ ഇനി എപ്പോഴാ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനോഹർ ആകെ ഞെട്ടിപ്പോകും കേട്ടോ. അത് കേൾക്കണ ഷാരി പറയുന്നുണ്ട്, അവൻ ഉടനെ പോകും എന്ന് പറയുമ്പോഴേക്കും ഉടനെ പോയാൽ കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പോൾ മനോഹർ വന്നിട്ട് ഒരു വർഷത്തിൽ കൂടുതലായില്ലേ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവതാളത്തിലാവില്ലേ? ഇല്ല രൂപേ, അങ്ങനെയൊന്നും ആവില്ല. മനോഹറിന് അങ്ങനത്തെ സ്റ്റാഫുകളാ ഉള്ളത് മനുമോന, അവരെല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. എന്നാലും വന്നിട്ട് ഒരു 1.5 വർഷമായില്ലേ എടുത്തി, ഇനി തിരിച്ചു പോകണ്ടേ? ഇനി പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. അപ്പൊ മോളെയും കൊച്ചുമോളെയും കൂട്ടിയിട്ട് പോകുന്നതെന്നൊക്കെ പറയണം. അത് തന്നെ നന്നായി എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാ ചെറിയ കൊച്ചല്ലേ, അതിൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ കൂടി നിന്നാൽ അതിനത് ബുദ്ധിമുട്ടാകും. ഞാനെന്നാ പോവാണ് എടുത്തെന്ന് പറയണം. അയ്യോ രൂപേ, നീ പോകുവാണോ? അയ്യോ പോകുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ഞാൻ പോകുവാണോ എന്ന് പറയാണ്. അയ്യോ ആൻറ്റി കുറച്ചേരം കൂടി നിൽക്ക്. വേണ്ട മോളെ, ഞാൻ പോയിട്ട് പിന്നെ വരാം. മോളെയും കുഞ്ഞിനെയും ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ, ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രൂപ അവിടെ നിന്ന് പോകുവാട്ടോ. രൂപ പോയിക്കുമ്പോഴേക്കും ഷാരി മനോഹരത്ത് പറയണ്ട, അവളുടെ കൊച്ചുമോനെ പറഞ്ഞത് അവൾക്ക് പിടിച്ചില്ല. കല്ലുമോനെ പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞത് കേട്ടില്ലേ, പിള്ളേരെല്ലാവരും ഭംഗിയുള്ളവരാണെന്ന്. ആ സമയത്ത് നമ്മുടെ സരയു പറഞ്ഞു, ആ കല്ലിമോനെ കാണാൻ എന്തിനെ കൊള്ളാം, ആ കല്യാണിനെ എടുത്തു വെച്ചേക്കണ പോലെ ഇരിക്കണത്, മൂങ്ങേനെ പോലെ. എൻ്റെ മോളെ നോക്കി എന്തൊരു ഭംഗിയാ കാണാനായിട്ട് എന്ന് സരയു പറയാട്ടോ. അതെ അതെ എന്ന് ഷാരിയും പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും മനോഹർ പറഞ്ഞു, പിള്ളേരൊക്കെ ചെറിയ പിള്ളേരല്ലേ, അവരെ കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ട എന്ന് മനോഹർ അങ്ങനെ പറയാട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ രാഹുലിനെയാണ്. രാഹുൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പ്രകാശം വരട്ടെ, രാഹുലേ എന്ന് വിളിച്ച് പറയുവാണ്. പെട്ടെന്ന് രാഹുൽ ആകെ ഞെട്ടിപ്പോകുവാണ്. എന്താണ് നീ ഞെട്ടിയത്? നീ പേടിച്ചു പോയോ ഞാൻ വിളിച്ചപ്പോ? പിന്നല്ലാതെ, നീ ഇങ്ങനെ വിളിച്ച ആരാ പേടിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അല്ലടാ, ഈ വീട്ടിൽ മറ്റുള്ളവരൊക്കെ എവിടെ പോയി? അവര് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലോ? ആർക്കാടെ എന്താ പറ്റിയത്? നിന്നെപ്പോ തന്നെ ഫട്ടാർക്കെങ്കിലും ആയോ? അപ്പോഴേക്കും രാഹുൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാട്ടോ. അല്ല, ഞാൻ ചോദിച്ചോളൂ, എന്തെങ്കിലും അപകടം പറ്റിയോടാ? എന്താണ് കാര്യം? അതൊന്നുമല്ല, എന്റെ മോളുണ്ടല്ലോ സരയു. സരയു മോൾക്ക് എന്ത് പറ്റി? അവൾക്കൊന്നും പറ്റിയില്ല, അവള് പ്രസവിച്ചു. അതാണോടെ കാര്യം? അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. എനിക്ക് അങ്ങനെ വലിയ സന്തോഷമൊന്നും ഇല്ല എന്ന് പറയാണ്. അതെന്താടാ, കുഞ്ഞാണാണോ പെണ്ണാണോ? പെൺകുഞ്ഞ. അങ്ങനെ വരട്ടെ, അതാ നിനക്ക് സന്തോഷമില്ലാത്തല്ലേ? പെൺകുഞ്ഞായ ആരെ സന്തോഷിക്കണത്? അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ നിന്നെ അത് പറയാൻ വേണ്ടിയിട്ടൊന്നല്ല വിളിച്ചത്. ഞാനേ എൻ്റെ കല്യാണം ആണല്ലോ, അപ്പൊ അതിന് തലേ ദിവസം ചെറിയൊരു പാർട്ടി നടത്തുന്നുണ്ട്. രാജപ്പണ്ണൻ, ബാലണ്ണൻ, അങ്ങനെ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നീയും വരണം, നമുക്ക് കുടിച്ച് ആഹ്ലാദിക്കാടാ. സോറിടാ, എനിക്ക് കുടിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എടാ, നമ്മുടെ എന്ത് വിഷമം കുടിച്ചാൽ അത് മാറോടാ. അതൊക്കെ നിന്റെ തോന്നല, എൻ്റെ മാനസിക വിഷമം ഒന്നും കുടിച്ചാലൊന്നും മാറില്ല. എടാ, ഞാനും കുടിക്കാറില്ല. 2 ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും കുടിക്കാറുന്നില്ല. പക്ഷെ ചെറുതായിട്ടൊന്ന് സ്മോൾ അടിക്കാന്ന് വിചാരിച്ചു. കാരണം അങ്ങനത്തെ ഒരു മഹാഭാഗ്യമാണോട് എനിക്ക് കിട്ടിയേക്കണത്. ഞാൻ ആരാണെന്നാ നിന്റെ വിചാരം? 10,000 കോടി ആസ്തിയുള്ള ലക്ഷ്മിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോണത്. അത് പോട്ടെന്ന് വെക്കാം. എൻ്റെ മോനാരാ? LK കൺസ്ട്രക്ഷന്റെ MD. അപ്പൊ അങ്ങനെയുള്ള ഞാൻ അഹങ്കരിക്കേണ്ടേടാ. നീ പറഞ്ഞ പോലെയൊക്കെ നടന്ന കൊള്ളാം, നിന്റെ ഭാഗ്യമാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം എന്ന് പറയാണ്. അങ്ങനെ പറ. എടാ, അപ്പൊ നീ എന്തായാലും തലേ ദിവസം തന്നെ വരണം കേട്ടോ, ഞാൻ നോക്കാം എന്ന് പറയാണ്. അതൊക്കെ പോട്ടെ, നിന്റെ മോളെ ഏത് ഹോസ്പിറ്റലാണ് കിടക്കുന്നത്? സ്റ്റാർ ഹോസ്പിറ്റൽ. ഓക്കെ, ഞാൻ ആ വഴി പോവാണെങ്കിൽ സരേ മോളെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറയാണ്. അപ്പോ ശരി രാഹുൽ, നമുക്കപ്പോ ഒന്ന് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശിന് അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം രാഹുൽ വീണ്ടും ദേഷ്യത്തോടു കൂടി തന്നെ അങ്ങനെ നിൽക്കുവാണ്. രാഹുൽ ആ ദേഷ്യത്തോടു കൂടി തന്നെ രൂപേനെ പോയി കാണാൻ പോയി നിൽക്കുവാട്ടോ. അപ്പൊ രൂപ ആ സമയത്ത് അടുക്കളയിൽ പാചകമായിരിക്കും. രൂപേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇതാരും ചേട്ടനോ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നാലും ഞാൻ നടക്കാൻ പാടുന്ന വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്നത്. നിന്റെ മോനാണല്ലോ അവളെ പ്രസവിക്കാണ്ട് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടായത്. ഞാൻ പറഞ്ഞേക്കാളും ഇരട്ടി രൂപ കൊടുത്തിട്ട് അവനാ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുത്തത്. അത് അങ്ങനെയല്ലേ വരുള്ളൂ. കിഴണും കരണയൊക്കെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാ. നീ കുഞ്ഞെ പോയി കണ്ടായിരുന്നോ? ഞാൻ കുഞ്ഞിനെ കണ്ടായിരുന്നു. അയ്യോ, തങ്കക്കുടം പോലത്തെ ഒരു കുഞ്ഞ് എന്ന് രൂപ പറയുമ്പോൾ എന്റെ തങ്കക്കുടമാണെങ്കിൽ അവന്റെ അല്ലേ മോൾ എന്ന് പറയുമ്പോഴേക്കും ചേട്ടാ അങ്ങനെ വിചാരിക്കില്ലേ, കുഞ്ഞുങ്ങളല്ല ദൈവത്തിന്റെ വരപ്രസാദമാണ് എന്നങ്ങനെ പറയുകയാണ്. എന്നാലും ആ കിരൺ എങ്ങനെയായിരുന്നു നമ്മുടെ പ്ലാൻ എന്നാ മനസ്സിലാക്കാത്തത്? ഇപ്പൊ ചേട്ടനത് എന്നെയാണ് സംശയിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടെന്നാണ് സംശയിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു രൂപേ, നീ ആയിരിക്കില്ല. അവൾ ഇവിടെ ഇല്ലേ? ആ യാമിനി ഇല്ല, അവളൊന്ന് നാട്ടിൽ വരെ പോയിരിക്കുക. അവളായിരിക്കും ചാരപ്പണി ചെയ്തത്. ഇല്ല ചേട്ടാ, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവള് നല്ലൊരു ആളാ എന്ന് പറയുമ്പോഴേ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. അവളുടെ വർക്കിന് വെച്ച് തരാം ആ കിരണല്ലേ. അപ്പൊ കിരണിന്റെ അടുത്തേക്ക് അവൾക്ക് കുറച്ചൊരു സഹതാപം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സംസാരമൊക്കെ അവൾ അവിടെ പോയി പറയുന്നുണ്ടാവും. ഇല്ല ചേട്ടാ, അതൊക്കെ ചേട്ടൻ തെറ്റിദ്ധാരണയാണ്. നീ അവളെ അകത്തേക്കും കണ്ണടച്ചൊന്ന് വിശ്വസിക്കേണ്ട രൂപേ എന്ന് പറയാണ്. പിന്നെ ആ ചന്ദ്രസേന വന്നപ്പോഴേ നമ്മുടെ പ്ലാൻ എല്ലാം പൊള്ളുന്നത്. സോണിയും അതുപോലെ തന്നെ കിരണൊക്കെ നിന്ന് പിരിയാൻ കാരണം എന്താ? ആ ചന്ദ്രസേനൻ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദ്രസേനൻ മുകളിൽ നിലത്തേക്ക് ഇറങ്ങി വരുവാട്ടോ. അപ്പൊ ഇവര് പറഞ്ഞ വർത്താനം എല്ലാം ചന്ദ്രസേനൻ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട്.
അതിനുശേഷം രാഹുൽ ചോദിക്കണ്ട, അല്ല ഞാൻ പറഞ്ഞ കാര്യം എന്താ, ചന്ദ്രസേനെ ഇല്ലാതാക്കുന്ന കാര്യം അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ചേട്ടാ. അത് നീ ഇപ്പൊ വേണ്ട പോലെ ചെയ്യണം. അവനെ സ്നേഹിച്ച് അവനെ ഒരു സംശയാത്ത രീതിയിൽ അവനെ തീർക്കണം, ചതിയിലൂടെ വേണം അവനെ തീർക്കാനായിട്ട് എന്ന് രാഹുൽ പറയുമ്പോൾ എല്ലാം എനിക്ക് അറിയാൻ ചേട്ടാ എന്ന് പറഞ്ഞ രൂപ ദേഷ്യത്തോടു കൂടി തന്നെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. എന്നാൽ ശരി ഞാൻ പോകുക രൂപേ. അല്ല ചേട്ടനെ കഴിക്കാൻ എന്തെങ്കിലും വേണോ, ചേട്ടന് ഇഷ്ടപ്പെട്ട കറി എന്തെങ്കിലും ഞാൻ വെക്കണോ? എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം വീട്ടിലൊരുത്തി ഉണ്ടല്ലോ ഷാരി, അവൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടാക്കി തരാറില്ല. അവൾ എന്തുണ്ടാക്കണോ അത് ഞാൻ കഴിക്കണമെന്നാ പറയണത്. അതെന്താ ചേട്ടാ ഏടത്തി ചേട്ടന് ഇത്രയും വെറുക്കാൻ കാരണം? അത് ഭ്രാന്ത്, എല്ലാവർക്കും ഭ്രാന്താ ഇപ്പൊ വീട്ടില്. ആ മനോഹരൻ ഉണ്ടല്ലോ എല്ലാത്തിനും കാരണം അവനാ. എന്തായാലും എന്തെങ്കിലും ആവട്ടെ ചേട്ടാ, ചേട്ടൻ ഇരുന്നിട്ട് പോ, വേണ്ട രൂപേ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് ഇറങ്ങുവാണ്. രാഹുൽ ഇറങ്ങുമ്പോഴേക്കും വേഗം ചന്ദ്രസേന മുകളിലേക്ക് കയറി പോകുക കേട്ടോ. രാഹുൽ പോയി കഴിയുമ്പോഴേക്കും ചന്ദ്രസേന നിലത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പറഞ്ഞോ അയാൾ കേട്ടതൊക്കെ എന്ന് രൂപ ചോദിക്കുമ്പോൾ ഞാൻ കേട്ടു അവൻ പറഞ്ഞതൊക്കെ. അവന്റെയൊക്കെ നാശം അടുക്കാനായി രൂപേ. അവനെ ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം നമ്മള്. അവന്റെ പ്ലാൻ എല്ലാം പൊളിയാണെന്ന് തോന്നിക്കേനെ അവൻ ആരും വെച്ചേക്കില്ല എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ താരേനെയാണ്. താര മയങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും കൂടെ തന്നെ നമ്മുടെ കല്യാണി കിരണുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ കല്യാണി പറയണ്ട, ആന്റി എഴുന്നേറ്റോ എന്ന് പറയാണ്. ഞാൻ ആന്റിയുടെ അടുത്ത് കുറച്ചുകൂടി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കിരണേട്ട ആന്റി ഉറങ്ങിയത്. കല്യാണി നീ ആ കാര്യം പറഞ്ഞു ആന്റിയുടെ അടുത്ത്? ഇല്ല കിരണേട്ട, പറയട്ടെ, പറ. പിന്നെ ആന്റി അല്ലാതെ ആദ്യം അറിയേണ്ടത് എന്താ എന്താ എന്ന് താര ആക്ഷൻ കൂടി ചോദിക്കുമ്പോൾ കല്യാണി പറയണ്ട്, അതെ ഈ ഹോസ്പിറ്റലിൽ ആന്റിനെ മാത്രമല്ല ആന്റിക്ക് പ്രിയപ്പെട്ട വേറൊരാളെ കൂടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അതാരാ എന്ന് നമ്മുടെ താര ചോദിക്കുമ്പോൾ വേറെ ആരുമല്ല ആന്റിയുടെ മകൾ സരയു പ്രസവിച്ചു പെൺകുഞ്ഞ എന്ന് പറയുമ്പോൾ താരക്ക് ഒരു സന്തോഷം തോന്നാം. എനിക്ക് കുഞ്ഞിനെ കാണണം എന്ന് താര ആക്ഷനിലൂടെ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, കിരണേട്ട അത് കാണണല്ലോ കല്യാണി, എന്തൊക്കെ പറഞ്ഞാലും താരാന്റിക്ക് അത് കാണാനുള്ള അവകാശമുണ്ട്. നീ ഒരു കാര്യം ചെയ്, ഷാരി ആന്റിനെ വിളിക്ക്, എൻ്റെ താരാന്റി അവിടെ വരും, കുഞ്ഞിനെ കാണിക്കണമെന്നൊക്കെ എന്ന് പറയാണ്. അവള് ഉറങ്ങുമ്പോഴോ എന്തെങ്കിലുമൊക്കെ അവളെ കുഞ്ഞിനെ കാണിക്കാൻ പറയാൻ പറഞ്ഞു. ശരിയാണ്, ഇപ്പൊ തന്നെ ഷാരിയാന്റിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കല്യാണി പുറത്തേക്ക് പോകുവാണ്. അതിനുശേഷം ഷാരിനെയൊക്കെ വിളിച്ച് സംസാരിച്ചു കേട്ടോ. ഷാരിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് റൂമിലിരിക്കുകയാണ്. സരിയും നല്ല ഉറക്കമാണ്, കുഞ്ഞും നല്ല ഉറക്കമാണ്. ആ സമയത്ത് താര അങ്ങോട്ടേക്ക് വരും കേട്ടോ. താരനെ കാണുമ്പോഴേക്കും നമ്മുടെ സരിയുവിനെ നോക്കുന്നുണ്ട്. മോൾ ഉറക്കുക, വേഗം വാ എന്ന് പറയാണ്. അങ്ങനെ താര അകത്തേക്ക് വരുന്നുണ്ട്. താര ഇങ്ങനെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഷാരി കുഞ്ഞിനെ പതുക്കെ എടുത്ത് താരയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. താര ആ കുഞ്ഞിനെ പതുക്കെ നോക്കുന്നുണ്ട്, സ്നേഹത്തോടെ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താരടുത്ത് പറയുന്നുണ്ട്, ഷാരി മോളിപ്പോൾ എഴുന്നേക്കും, പോകാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും കിരൺ പുറത്തുണ്ട് കല്യാണിടുത്ത് പറയുന്നുണ്ട്, കല്യാണി ആന്റി പോയിട്ട് കുറേ നേരമായി, ആന്റിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയാണ്. അങ്ങനെ നമ്മുടെ കല്യാണി പോകുന്നുണ്ട്. ആന്റി പോയാലോ, കുഞ്ഞിനെ അവിടെ വെക്ക്, സരി എഴുന്നേറ്റാൽ പ്രശ്നമാകും എന്ന് പറയുമ്പോഴേക്കും താര കുഞ്ഞിനെ അവിടെ വെക്കുവാണ്. ശേഷം അവിടെ നിന്ന് പോകുക കേട്ടോ. പോയി കഴിയുമ്പോഴേക്കും കിരൺ അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറി കേട്ട് ഷായെടുത്ത് പറയുന്നുണ്ട്, അതെ താര ആന്റി ഇടി കുഞ്ഞിനെ കാണാൻ എപ്പോഴും വന്നതൊക്കെ ഇരിക്കും, അപ്പൊ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം കേട്ടല്ലോ. ശരി മോനെ എന്ന് ഷാരി പറയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് സാരിയോ കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ. നീയോ, ഇവനെന്താ ഇവിടെ ചോദിക്കുമ്പോൾ അത് നമ്മുടെ ബന്ധുവല്ലേ മോളെ കിരൺ, എന്തൊക്കെ പറഞ്ഞാലോ ഇവൻ ബന്ധുവല്ല, എന്റെ ശത്രുവാ, ഇവൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നതാണ്. നീ എന്തായാലും പ്രസവിച്ച് കിടക്കല്ലേ, ഇവിടെ താരാനിനെ അഡ്മിറ്റ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്, അപ്പൊ താരാനിനെ ഇവിടെ കിടത്തിയോണ്ട് താരാനിനെ കാണാൻ വേണ്ടി വന്നതാ. അപ്പോഴാ നീ ഇവിടെ പ്രസവിച്ച് കിടക്കണ കാര്യമായിരുന്നത്. അപ്പൊ നിന്നെ കുഞ്ഞിനെ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. നീ എന്റെ കുഞ്ഞിനെ കാണണ്ട, നിനക്ക് കാണാനുള്ള കുഞ്ഞ് വീട്ടിലുണ്ടല്ലോ എന്ന് പറയാണ്. പിന്നെ എൻ്റെ കുഞ്ഞെ കാണാൻ നീ എന്തിനാ വന്നത്? നിന്റെ കുഞ്ഞെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതേ ഉള്ളൂ. എൻ്റെ കുഞ്ഞെ കണ്ടാലേ നീ കണ്ണിടും, അത്രക്ക് ഭംഗിയാ എൻ്റെ കുഞ്ഞെ കാണാനായിട്ട്. അതെ അതെ ശരിയാ, നിന്റെ കുഞ്ഞെ കണ്ടല്ലേ മനോഹരനെ പോലെയുണ്ട്, അതുകൊണ്ട് ആരാലും നോക്കി നിന്ന് പോകും. അതേടാ എൻ്റെ കുഞ്ഞ് എൻ്റെ കെട്ടിയനെ പോലെ തന്നെയാ ഉള്ളത്, പക്ഷെ നിന്റെ കുഞ്ഞ് അതുപോലെയൊന്നും അല്ല, വലിയ നാട്ടുകാരെ പോലെയല്ലേ ഉള്ളത് എന്ന് പറയുമ്പോഴേക്കും കിരണിന്റെ ദേഷ്യം വരും കേട്ടോ. ഷാരി പറയണ്ട, മോളെ നീ എന്തൊക്കെയാ മോളി പറയണത്, പിന്നെ ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്ന് പറയാണ്. ആ സമയത്ത് കിരൺ പറയണ്ട, നീ പറഞ്ഞോടി, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ നീ പറഞ്ഞതൊക്കെ നീ തിരിച്ചെടുക്കുന്ന ഒരു സമയം വരും, അതിന് അത്ര വലിയ സമയമൊന്നും വേണ്ടി, ഉടനെ തന്നെ നീ സത്യങ്ങളൊക്കെ അറിഞ്ഞ് നീ പശ്ചാത്തപിക്കോടി എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.